ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് ഓഗസ്റ്റ് മാസം 2025 കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്നും US കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ 25%. 47ാമത് അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് കൂടി ഈ അവസരത്തിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇന്ത്യ US ആദ്യ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് ആണ് നിസാർ. ഓക്കെ, നിസാറിന്റെ ഷോർട്ട് ഫോം ആണ് നിസാറാണ്. അതിൻ്റെ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റിന്റെ ഷോർട്ട് ഫോം ആണ് നിസാർ എന്ന് ഓർത്തു വയ്ക്കാം. ഇതിന്റെ മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ, മലയാളിയാണ് തോമസ് കുര്യൻ. വാഹനം GSLV F-16 ആണെന്ന് ഓർത്തു വയ്ക്കുക. GSLV F-16. ഓക്കെ, അമേരിക്കയുടെ പരിവേഷണ സ്പേസ് റിസർച്ച് സെൻ്ററാണ് ഇത് നാസ എന്ന് പറയുന്നത്. ISRO എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത കോൺഫറൻസ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടി, അതായത് COP15 യോഗ വേദി എവിടെയെന്ന് വെച്ചാൽ വിക്ടോറിയ ഫാൾസ്, സിംബാബ്വെ. വിക്ടോറിയ ഫാൾസ് ഓർത്തു വയ്ക്കുക. COP15 അത് വേദി എവിടെയെന്ന് വെച്ചാൽ 15ാമത് വേദി യോഗവേദി എവിടെയെന്ന് വെച്ചാൽ ഏതാണ്? വിക്ടോറിയ ഫാൾസ്, സിംബാബ്വെ. ഓക്കെ, അടുത്ത പോയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് കാണ്ട്ല തുറമുഖം. ഓക്കെ, കാണ്ട്ല തുറമുഖം എവിടെയാണ്? ഗുജറാത്തിലാണ്, ഗൾഫ് ഓഫ് കച്ചിലാണ് സ്ഥിതി ചെയ്യുന്ന കാണ്ട്ല തുറമുഖം. എൻ്റെ പേര് ദീൻ ദയാൽ പോർട്ട് എന്നറിയപ്പെടുന്നു. ഓക്കെ, എന്താണ്? ദീൻ ദയാൽ പോർട്ട്, മറന്നു പോരുത്. അടുത്ത പോയിന്റ്, സിന്ധു നദീ സംരക്ഷണത്തിനായി ഓഗസ്റ്റ് 12 സഫായി ആന്തോളൻ ദിനമായി പ്രഖ്യാപിച്ചത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഡാക്കാണ്. ഇതാണ് ലഡാക്ക്. ഓക്കെ, ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് വെച്ചാൽ ശ്രീ കവീന്ദർ ഗുപ്ത. കവീന്ദർ ഗുപ്ത ലെഫ്റ്റനന്റ് ഗവർണർ, ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണറാണ് കവീന്ദർ ഗുപ്ത. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകും. സർക്കാർ സഹായമുള്ള സ്ഥാപനങ്ങളിലെ ഹയർ സെക്കൻഡറി മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ആസാം സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിജുത് മോയ. ഏതാണ്? നിജുത് മോയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ സർണ. ഹിമന്ത ബിസ്വ സർണയാണ് ആസാമിന്റെ മുഖ്യമന്ത്രി. ഗവർണർ കൂടെ പഠിച്ചു വയ്ക്കുക. ആസാമിന്റെ ഗവർണർ ലക്ഷ്മി പ്രസാദ് ആചാര്യ. ലക്ഷ്മി പ്രസാദ് ആചാര്യ, മറന്നു പോരുത്. അടുത്ത്, എല്ലാ വർഷവും ഓഗസ്റ്റ് 10 മാതൃ ബഹുമതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം സിക്കിം. ഓക്കെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 10 മാതൃ ബഹുമതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം സിക്കിമാണ്. സിക്കിമിന്റെ മുഖ്യമന്ത്രി പഠിച്ചു വയ്ക്കുക. പ്രേം സിംഗ് തമാങ്. പ്രേം സിംഗ് തമാങ്. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ. സിക്കിമിന്റെ ഗവർണർ ഓം പ്രകാശ് മാത്തൂർ. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം, COP30 കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീൽ. മെലാമിൻ ആണ്. മെലാമിൻ. ഓക്കെ, ഈ മെലാമിൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ബ്രസീലിന്റെ തലസ്ഥാനം ചോദിച്ചാൽ ബ്രസീലിയ. ഓക്കെ, ബ്രസീലിന്റെ തലസ്ഥാനമാണ് ബ്രസീലിയ. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ബ്രസീൽ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്തിടെ മഹർഷി വാൽമീകിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം എന്ന് വെച്ചാൽ ഇറ്റലിയാണ്. ഇറ്റലിയുടെ തലസ്ഥാനം റോം ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തിടെ മഹർഷി വാൽമീകിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ഇറ്റലിയാണ്, തലസ്ഥാനം റോം. അടുത്ത പോയിന്റിലേക്ക് പോവാം. MS സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഓക്കെ, MS സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ദേവേന്ദ്ര ഫട്നാവിസ്. ഗവർണർ CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒരു വിമാനത്താവളം ഒരു ഉൽപ്പന്നം സംരംഭം എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിൽ ഒരു വിമാനത്താവളം ഒരു ഉൽപ്പന്നം എന്ന സംരംഭം ആരംഭിച്ചത് എവിടെയെന്നാണ്? തൂത്തുക്കുടി വിമാനത്താവളം. തൂത്തുക്കുടി എവിടെയാണ്? തമിഴ്നാട്ടിലാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത്, ഇന്ത്യയുടെ 3ാമത്തെ ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെ? ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ടയിൽ ആൾറെഡി ഒരെണ്ണമുണ്ട്. ഇത് 3ാമത്തെ ലോഞ്ച് പാഡാണ്. ഇന്ത്യയുടെ 3ാമത്തെ ലോഞ്ച് പാഡാണ് ശ്രീഹരിക്കോട്ടയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ 2ാമത്തെ ലോഞ്ച് പാഡ് എവിടെയാണ് വരുന്നത്? തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്.
അടുത്ത ചോദ്യം, ഒഡീഷയുടെ കൈത്തറി ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മാധുരി ദീക്ഷിത്. ഓർത്ത് വയ്ക്കുക, മാധുരി ദീക്ഷിത്. ഓക്കെ, അപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാഞ്ചി. ഓക്കെ, മോഹൻ ചരൺ മാഞ്ചി. ഗവർണർ ഹരിബാബു കമ്പംവതി. ഓക്കെ, ഹരിബാബു കമ്പംവതി. ഒഡീഷയുടെ ഗവർണർ ഹരിബാബു കമ്പംവതി. ഓക്കെ, അടുത്ത ചോദ്യം, 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബ് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയ. ഓക്കെ, 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ആയ യൂട്യൂബിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു, ദേവേന്ദ്ര ഫട്നാവിസ്. ഗവർണർ CP രാധാകൃഷ്ണൻ. ഓക്കെ, അടുത്ത ചോദ്യം, ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സഫായി കർമ്മചാരി കമ്മീഷൻ ഏത് സംസ്ഥാനത്താണ് രൂപീകരിക്കുന്നത്? ബീഹാർ. ബീഹാർ. ഓക്കെ, എന്താണ്? ശുചിത്വ തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സഫായി കർമ്മചാരി കമ്മീഷൻ ഏത് സംസ്ഥാനത്താണ് രൂപീകരിക്കുന്നത്? ബീഹാർ. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, കേരളത്തിന്റെ മുൻ ഗവർണറാണ്. ഇപ്പോൾ ബീഹാറിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത 16ാമത്തെ ചോദ്യം, RPFന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ജനറലായി ചുമതലയേറ്റത് IPS സൊണാലി മിശ്ര. ഓക്കെ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് IPS സൊണാലി മിശ്ര. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2023 പ്രഖ്യാപനം. 2025 മികച്ച നടൻ ഷാറുഖ് ഖാനാണ്. ഏത് സിനിമ എന്ന് വെച്ചാൽ ജവാൻ. രണ്ടുപേരുണ്ട് മികച്ച നടൻ. രണ്ടാമത്തെ ആള് വിക്രാന്ത് മാസി. സിനിമ 12th ഫെയിൽ. നല്ലൊരു സിനിമയാണ് 12th ഫെയിൽ. കാണാത്തവര് ജസ്റ്റ് ഒന്ന് കാണുക. നല്ലൊരു മോട്ടിവേഷൻ സിനിമയാണ്. സംവിധാനം ചെയ്തത് വിധു വിനോദ് ചോപ്ര. ഓക്കെ, സംവിധാനം ചെയ്ത് 12th ഫെയിൽ സംവിധാനം ചെയ്ത് വിധു വിനോദ് ചോപ്ര. ഓക്കെ, മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലാണ്. ഓക്കെ, ഷാറൂഖ് ഖാന്റെയും റാണി മുഖർജിയുടെയും ആദ്യത്തെ മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. അടുത്ത മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമി. ക്രിസ്റ്റോ ടോമി. സഹനടി ഉർവശിയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. അതുപോലെ തന്നെ 2 പേർക്ക് സഹനടിയുണ്ട്. രണ്ടാമത്തെ ആള് ജാനകി ബോഡിവാല, ഗുജറാത്തിയാണ്. വാഷ് എന്ന ചിത്രം. സഹനടൻ വിജയരാഘവൻ. ഓക്കെ, പൂക്കാലം എന്ന ചിത്രം. 2 പേരുണ്ട്. മുത്തുപേട്ടെ സോമഭാസ്കർ, തമിഴിലാണ്. പാർക്കിംഗ് എന്ന ചിത്രം. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. കേരള സ്റ്റോറി എന്ന ചിത്രത്തിലെ സംവിധായകനായ സുദീപ്തോ സെന്നിനാണ് മികച്ച സംവിധാനമുള്ള പുരസ്കാരം. ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരിക്കർ. ഓക്കെ, അശുതോഷ് ഗോവാരിക്കർ ആണ് ജൂറി ചെയർമാൻ. മികച്ച ഗായിക ശില്പ റാവു. മികച്ച ഗായകൻ PVNS രോഹിത്. ഓക്കെ, PVNS രോഹിത്. മികച്ച എഡിറ്റിംഗ് പൂക്കാലത്തിലെ എഡിറ്റിംഗിനാണ് മിഥുൻ മുരളി. മികച്ച നോൺ ഫീച്ചർ ഫിലിം ഫ്ലവറിംഗ് മാൻ. ഡയറക്ടർ സൗമ്യജിത്ത് ഘോഷ് ദസ്തിദാർ. ഓക്കെ, സൗമ്യജിത്ത് ഘോഷ് ദസ്തിദാറിനാണ് മികച്ച നോൺ ഫീച്ചർ ഫിലിം. ഓക്കെ, അടുത്ത അതിൻ്റെ ഫ്ലവറിംഗ് മാനാണ് മികച്ച നോൺ ഫീച്ചർ ഫിലിം. അതിൻ്റെ സംവിധായകനാണ് സൗമ്യജിത്ത് ഘോഷ് ദസ്തിദാർ. അടുത്ത പോയിന്റ്, കേരള ഫിലിം പോളിസി കോൺക്ലേവ് വേദി എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, എയർ ന്യൂസിലാൻഡിന്റെ CEO ആയി നിയമിതനാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് നിഖിൽ രവിശങ്കർ. അടുത്ത പോയിന്റ് നോക്കാം. ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റ് വർഷം തോറും നൽകുന്ന ലോകമാന്യ തിലക് അവാർഡ് 2025 അർഹനായത് നിതിൻ ഗഡ്കരി കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയാണെന്ന് ഓർത്തുവയ്ക്കുക. 47ാമത് നാവികസേന ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സായൻ. ഓക്കെ, ഓർത്തുവയ്ക്കുക, സഞ്ജയ് വാത്സായൻ. അടുത്തിടെ 19 കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ അഥവാ ടൈഗർ വണ്ടുകളെ കണ്ടെത്തിയത് എവിടെ നിന്ന് ചോദിച്ചാൽ ദുധ്വ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ ദുധ്വ ടൈഗർ റിസർവ് ഏതൊക്കെ ചേർന്നതാണ്? കിഷൻപൂർ, അതുപോലെ കതർണിയ കട്ട്, കിഷൻപൂർ,
ദുധ്വ ടൈഗർ റിസർവ് എന്ന് ചേർന്നാണ് ഈ സങ്കേതം. ഈ കടുവ സംരക്ഷണത്തിനായി 1987 ദുധ്വ ടൈഗർ റിസർവ് സ്ഥാപിതമാകുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കാം. അടുത്ത 23ാമത്തെ ചോദ്യം, 2026 AI ഇമ്പാക്ട് ഉച്ചകോടി വേദി ഇന്ത്യയാണ്, ഡൽഹിയാണ്. AI ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത് 2027 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് മാൾട്ട. ഈ മാൾട്ട ഒരു രാജ്യമാണ്. മെഡിറ്ററേനിയൻ കടലിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഏത് മാൾട്ട എന്ന് പറയുന്ന യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ് മാൾട്ട സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ഖാലിദ് ജമീൽ. ഓക്കെ, അലൻ ആൽബർഗ് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ഇദ്ദേഹം അന്തരിച്ചു. അലൻ ആൽബർഗ്. MK സാനു അന്തരിച്ചത്, MK സാനു മാഷ് അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2 അദ്ദേഹത്തിന്റെ ആത്മകഥ കർമ്മഗതി, മറന്നുപോയത് MK സാനുവിന്റെ ആത്മകഥ കർമ്മഗതി. 2013 ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏത് കൃതി എന്ന് ചോദിച്ചാൽ ബയോഗ്രഫി ബഷീർ ഏകാന്ത വേദിയിലെ അവധൂതൻ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അടുത്ത 28ാമത്തെ പോയിന്റ്, ദരിദ്രരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ CM നബാദിശ അഭിയാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ത്രിപുര. അപ്പോൾ ത്രിപുരയുടെ മുഖ്യമന്ത്രി മാണിക് സാഹ, ഗവർണർ ഇന്ദ്രസേന റെഡ്ഡി നല്ലു. ഓക്കെ, ഇന്ദ്രസേന റെഡ്ഡി നല്ലു ആണ് ഏതിൻ്റെ ത്രിപുരയുടെ ഗവർണർ എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറായി VSSCയുടെ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ A രാജരാജൻ. ഓക്കെ, രാജരാജൻ. അടുത്ത 30ാമത്തെ പോയിന്റ്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ SDST ഡയറക്ടറായി നിയമിതനായത് E പത്മകുമാർ. അടുത്ത പോയിന്റ്, 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയത് സാറ ജോസഫ്. അടുത്ത പോയിന്റ്, അടുത്തിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഡ്രോൺ പഹാർ എക്സസൈസിന് വേദിയായത് അരുണാചൽ പ്രദേശ്. മഹാനദി ജലവിഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷയും ഛത്തീസ്ഗഡും. ഓക്കെ, ഹിറാക്കുഡ് ഡാം ഏത് നദിയിലെന്ന് വെച്ചാൽ മഹാനദിയാണ്. ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷയാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.